അമ്മ വീട്ടിലേക്ക് വരുന്ന കാര്യം പറയാനാണെങ്കിൽ വേണ്ട. ഞാനൊരു അത്യാവശ്യ പണിയില്ല, പിന്നെ വിളിക്കും. വിഷു ആയിട്ട് പോലും വീട്ടിൽ വരാൻ പറ്റില്ലേ നിനക്ക്? ഇതിപ്പോൾ എത്ര മാസമായി? ഒരു ദിവസം നിൽക്കാനായിട്ട് ഞാൻ അത്രയും പൈസ പെട്രോൾ അടിച്ച് കളയണോ? ചുമ്മാ കളയുമല്ലോ, വീട്ടിൽ വരാനല്ലേ. അല്ലേ തന്നെ ഇവിടെ വരെ വരാൻ പെട്രോൾ അടിക്കാൻ കാശില്ലേ നിനക്ക്? പെട്രോൾ മാത്രമാണോ? അല്ല, വെറുതെ വന്നാൽ പോരല്ലോ. വയ്യാതെ നടക്കുന്ന അമ്മാവനായിരം, ക്യാൻസർ വന്ന് കുഞ്ഞമ്മയ്ക്ക് 2000, ഇവിടെ വരെ വന്നിട്ട് അവരെയൊക്കെ കാണാതെ പോകുന്നുള്ള പരാതി. എന്തു വർത്താനാ ഹരി ഇത്? ഛേ, വയ്യാതെ കിടക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നിന്റെ കയ്യിലില്ലേ? നിനക്ക് വെള്ളം അടിച്ച് കളയാൻ കാശുണ്ടല്ലോ. നിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതെൻ്റെ സൗകര്യം. എന്തായാലും ഇത്തവണ വരവൊന്നും നടക്കില്ലമ്മേ. കാശ് ഓർത്തിട്ടാണ് നീ വരാത്തതെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനിട്ട് തന്ന പൈസ തന്നെയല്ലേ, തീർന്നാൽ ഞാൻ തന്നെ ഇട്ട് തരണ്ടേ? എന്താ മിണ്ടാത്ത? അല്ല, എനിക്കറിയാൻ മേലെ ഞാൻ ചോദിക്കുക. അമ്മയ്ക്ക് എങ്ങനെ വല്ല ജോലിയോ വരുമാനമോ പെൻഷനോ വല്ലതും ഉണ്ടോ? പൈസ ഇട്ട് തരാന്ന് എവിടെ നിന്ന് ഇട്ട് തരാനാ? നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. ശരിയെന്നാ. ഇവിടെ പോയി. എടാ, ചെറിയൊരു പണിയുണ്ടേ. ഷിഫ്റ്റിലുള്ള ആരും ഏൽക്കുന്നില്ല, അതാ. എന്താ? എടാ, ഹരിതാർ പോയ നമ്മുടെ ഏജൻസിയുടെ ബസ്സില്ലേ, അത് ഗംഗയിലേക്ക് മറിഞ്ഞു. ഡാർക്ക്. 4 പേര് മരിച്ച്. ഇത്രയുള്ള എന്തോന്ന്? അല്ല, ബസ് നിറച്ച ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. ആ, ഭാഗ്യത്തിന് പോലീസിന്റെ ഒരു ബോട്ട് പെട്രോളിങ് നടത്തുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കാഷ്വാലിറ്റി കുറവാ. അതാണ് ബസ് പറഞ്ഞാൽ 10 രൂപ മരിക്കേണ്ടത്. ആ എടാ, ഇതിപ്പം പ്രശ്നം എന്താന്ന് വെച്ചാലേ, ഈ മരിച്ചവരുടെ വീട്ടുകാരെ ഇത് അറിയിക്കണം. ഈ ടി വിയിലെ ന്യൂസിൽ മരിച്ചവരുടെ പേര് പെട്ടെന്ന് എഴുതി കാണിക്കുമ്പോൾ കുടുംബക്കാരെല്ലാം വായിച്ചാൽ അവർക്ക് ഭയങ്കര ഷോക്കായിരിക്കില്ലേ? അതങ്ങ് വിളിച്ച് പറഞ്ഞാൽ പോരെ? ആ മതി, അത് മതി. എടാ, ഷിഫ്റ്റിലുള്ള ആർക്കും പക്ഷെ അത് പറ്റില്ല എന്നാ പറയുന്നത്. എന്താ പറ്റാത്ത? ഈ മനുഷ്യപ്പറ്റൊക്കെ ഉള്ളോണ്ടേ നിനക്കാവും പിന്നെ ആ സീനില്ലല്ലോ. എനിക്ക് നിന്റെ ഇൻസെന്റീവിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. എടാ, ഇത്ര വലിയ ടാസ്ക് ഒന്നും അല്ല. എടാ, നീ ഇപ്പോൾ ഒരാളുടെ വീട്ടിലേക്ക് വിളിക്കുക, അയാൾ മരിച്ചെന്ന് പറയുക, ബോഡി നാളത്തെ ഈവനിങ് ഫ്ലൈറ്റിന് കൊച്ചിയിലെത്തുമെന്ന് അറിയിക്കുക, നെക്സ്റ്റ് നമ്പർ റിപ്പീറ്റ്, സിമ്പിൾ. ശരി, നീ ലിസ്റ്റ് ഇങ്ങോട്ടായി. ആ, ഞാൻ ഫുൾ ലിസ്റ്റ് അയക്കാമേ. അതിൽ മരിച്ച ആൾക്കാരുടെ ബന്ധുക്കളുടെ കോണ്ടാക്ട് ഞാൻ മഞ്ഞ വെച്ച് മാർക്ക് ചെയ്തേക്കാം. ശരി. ആ എടാ, നിനക്ക് വർക്ക് ഫ്രം ഹോമിന് തന്ന സിമ്മില്ലേ, അതിൽ നിന്ന് വിളിച്ചാൽ മതി. ആരതി അബ്രാം, റിലേഷൻഷിപ്പ് വൈഫ്. ഹലോ, ആരതി അഭിരാം അല്ലേ? അതെ. അഭിരാം രാഘവൻ്റെ വൈഫല്ലേ മാഡം? വീട്ടുപേര് പുത്തൻപറമ്പിൽ, ഒന്ന് കൺഫേം ചെയ്യാമോ? അതെ, ഇതാരാ സംസാരിക്കുന്നത്? ഓക്കെ മാഡം, ഞാൻ ട്രാവൽ സേഫ് ട്രാവൽസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ടീമിൻ്റെ കൂടെയാണ് മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഹരിദ്വാറിലേക്ക് പോയത്. അവർ പോയ ബസ് ഗംഗയിലേക്ക് പറഞ്ഞു. മരിച്ചവരുടെ കൂട്ടത്തിൽ മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരുണ്ട്. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് വഴി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നാളെ ഈവനിങ് ഫ്ലൈറ്റിൽ ബോഡി കൊച്ചിയിലെത്തും. അവിടെ ഒന്ന് മാഡത്തിൻ്റെ ബോഡി കളക്ട് ചെയ്യാവുന്നതാണ്. മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ മാഡം? ഹലോ മാഡം, മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? എടാ, ഇതിങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോടാ? അവർ ടി വിയിൽ വല്ലതും കണ്ട് അറിഞ്ഞാൽ പോരെ? അയ്യോ, അത് പറ്റില്ലടാ, അവർക്ക് ഏത് വലിയ ഷോക്ക് ആവൂലേ. വിളിച്ച് അവർ ഇതിലങ്ങ് പറഞ്ഞാൽ മതി. ഏത്
ഹലോ ബിനുരാജ് അല്ലേ? അതെ, ബിൻരാജാണ്. സാർ വീട്ടുപേര് കാവിൽ വീട്. അതെ, നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? പറയൂ. സാർ ഞാൻ പറയാൻ പോകുന്നതൊന്ന് ക്ഷമയോടെ കേൾക്കണം. സാറിൻ്റെ ബ്രദറല്ലേ ബിപിൻ രാജ്? അതെ. സാർ ഞാൻ വിളിക്കുന്നത് ട്രാവൽ സേഫ് ട്രാവൽസിൽ നിന്നാണ്. ഞങ്ങളുടെ ടീമിൻ്റെ കൂടെയാണ് സാറിൻ്റെ ബ്രദർ ഹരിദ്വാറിലേക്ക് പോയത്. ഹലോ സാർ. പറഞ്ഞോ, കേൾക്കാം. സാർ അവർ പോയ ബസ് ഗംഗയിലേക്ക് മറിഞ്ഞു സാർ. മരിച്ചവരുടെ കൂട്ടത്തിൽ സാറിൻ്റെ ബ്രദർ. എന്താ അവൻ്റെ പേരുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഉണ്ട് സാർ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എടോ, ബാക്കി കാര്യങ്ങൾ അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ എങ്ങനെയാണെന്ന്. അല്ല സാർ, അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നാളെ ഈവനിങ് ഫ്ലൈറ്റിൽ ബോഡി കൊച്ചിയിലെത്തും. അപ്പോൾ ശരി, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? മറ്റെന്താ സാർ? ശരിയെങ്കിൽ ഓക്കെ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. ഹലോ. ഹലോ മോനെ, ഞാൻ ബിനുരാജായിരുന്നേ, ബിപിൻ രാജിൻ്റെ ചേട്ടൻ. കുറച്ച് മുമ്പ് മരണം അറിയിച്ച് ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. പറയൂ സാർ. മോനെ, ഒരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. സാർ ചോദിച്ചോളൂ. മോനെ, എനിക്കിപ്പോൾ ഇവിടെ ചോദിക്കാൻ വേറെ ആരുമില്ല, അതാ മോനോട് ചോദിക്കാന്ന് വെച്ചത്. മോനാവുമ്പോൾ എൻ്റെ പേഴ്സണലി അറിയത്തുമില്ലല്ലോ. അതിനെന്താ സാർ ചോദിച്ചോളൂ. മോനെ, ഞാൻ ഈ മരിച്ചിടക്കിന് പോകേണ്ട ആവശ്യമുണ്ടോ? മോൻ പറ. എന്താ സാർ? അല്ല മോനെ, ഞാൻ ഈ മരിച്ചിടക്കിൽ പങ്കെടുക്കാൻ കാര്യമുണ്ടോയെന്ന്. അല്ല സാറെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ മുംബൈയിൽ നിന്നാണേ, ലീവൊക്കെ ഇത്തിരി പാടാണ്, പിന്നെ അവിടം വരെ വരണ്ടേ. ഇല്ല സാർ, എന്നാലും അത് സാറിൻ്റെ അനിയനല്ലേ, വെറുതെ കാര്യമൊന്നുമില്ലല്ലോ. അല്ല, അതിന് ഞങ്ങൾ തമ്മിൽ അങ്ങനെ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലെന്നേ. മിണ്ടിയിട്ട് തന്നെ വർഷങ്ങളായി. സ്വത്ത് പാർട്ടീഷൻ നടന്നപ്പോൾ പിണങ്ങിയതാണ്. അല്ല എന്നാൽ പിന്നെ സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അപ്പോൾ പോകണ്ടല്ലേ? സാർ ഞാനിപ്പോൾ ഇതിൽ എന്ത് പറയാനാ സാർ? ഞാൻ ഈ കോൾ സെൻറ്ററിൽ നിന്ന് പറയാൻ വേണ്ടി വിളിച്ച ഒരാളല്ലേ. അല്ല, മോനെ ബാധിക്കുന്ന കാര്യമല്ല, ഞാനൊരു കളക്റ്റീവ് ഇൻഫർമേഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ പോകണ്ടെന്നാണ് മോൻ്റെ അഭിപ്രായം അല്ലേ? സാറിപ്പോൾ ഞാനിതിൽ എന്ത് പറയാനാ സാർ? സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ സാർ. എന്താ മോനെ, എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനാണെങ്കിൽ എനിക്ക് മോനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാശയക്കുഴപ്പമുള്ളതുകൊണ്ടാണല്ലോ മോനോട് ചോദിച്ചത്. സാറിന് താല്പര്യമില്ലെങ്കിൽ സാർ പോകണ്ട സാർ. അതെ, നമ്മൾ ചുമ്മാ എന്തിനാ വെറുതെ ഇവനൊക്കെ ഓരോടത്ത് പോയി ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട്. ജീവിച്ചിരുന്നപ്പോഴേ ഇവനൊക്കെ ഉപദ്രവമായിരുന്നേ. അപ്പോൾ ശരി മോനെ, ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം, ഇങ്ങനൊരു സംശയം വന്നുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. ഹലോ. ഹലോ, ഇതാരാ? ഒരു മിസ് കോൾ ഉണ്ടല്ലോ. ഹലോ, ഇത് ചന്ദ്രിക മാഡം അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നത്? മാഡത്തിൻ്റെ മോൻ്റെ പേരല്ലേ കൈലാഷ് തുളസീധരൻ. ഹലോ മാഡം. അതെ, എന്താണ്? മാഡം, ഞാൻ വിളിക്കുന്ന ട്രാവൽ സേഫ് ട്രാവൽസിൽ നിന്നാണ്. ഞങ്ങളുടെ ടീമിൻ്റെ ഒപ്പമാണ് മാഡത്തിൻ്റെ മകൻ ഹരിദ്വാറിലേക്ക് പോയത്. ഓ, മനസ്സിലായി. ഇനി ബാക്കി പറയണമെന്നില്ല. അവന്റെ കയ്യിലെ കാശ് തീർന്നു കാണും. അവിടെ ഇപ്പൊ പൈസ അടയ്ക്കണമായിരിക്കും അവനെ വിടാൻ വേണ്ടി. അതിനുവേണ്ടി എന്നെ വിളിക്കണമെന്നില്ല. മാഡം, അതല്ല കാര്യം. അവനെ കൊണ്ടുപോയത് അവന് ഊര് ദണ്ടിച്ച കാശുള്ള വീട്ടിലെ പിള്ളേർ തുള്ളുന്നത് കണ്ടിട്ടേ മാഡം, ഞാൻ ലോൺ അടയ്ക്കാൻ പറ്റ കാശ് കൊടുത്തോണ്ട് അവൻ പോയത്. മാഡം നിങ്ങൾ വിട്ടില്ലേലും എനിക്ക് കുഴപ്പമില്ല. ഇനി അവന് വേണ്ടി പറയാൻ എന്റെ കൈ കാശില്ല. ദൈവമേ, അവനുണ്ടായില്ലായിരുന്നെങ്കിൽ. മാഡം, അവർ പോയി വണ്ടി ആക്സിഡൻ്റ് ആയി. 4 പേര് മരിച്ചു. മരിച്ചവരുടെ കൂട്ടത്തിൽ മോനൊന്നോടൊന്ന് നോക്കിക്കേ. അവന്റെ പേര് കാണാൻ വഴിയില്ല. അവൻ നല്ലപോലെ നീന്തും.
കൺഫേം ആണ്. ആരെങ്കിലും രക്ഷിക്കാൻ നോക്കിക്കാണോ എൻ്റെ കൊച്ച്? അല്ലെങ്കിൽ എന്ത് കുത്തൊഴുകാണല്ലോ അവൻ നീന്തി കയറേണ്ടതാ. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യം നോക്കുക. അവൻ്റെ ഈ സ്വഭാവം കാരണം തന്നെ ഞാൻ എപ്പോഴും അവനോട് വഴക്കുണ്ടാക്കിയിട്ടാണ്. ഇനിയിപ്പം അവന് കുറെ കൂട്ടുകാരുണ്ട്, ഒന്നറിയിച്ചാൽ മതി, അവരെന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. അവന് എല്ലാവർക്കും വലിയ കാര്യമാണ്. എൻ്റെ കൊച്ച് ലാസ്റ്റ് വിളിച്ചപ്പോഴേ ഞാൻ പ്രാവുക ചെയ്തത്. ഹലോ. ഹലോ മോനെ, ഞാൻ ബിന്ദാജ് തന്നെയായിരുന്നേ. മോനെ പിന്നെ ആലോചിച്ചപ്പോഴാണ് ഞാൻ പോകാതിരുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും? ഞാൻ വെറും നാറിയാണെന്ന് ഓർക്കുമോ? ആ അതോർക്കും. ഓർക്കുമല്ലേ? ആ. ഓ, അപ്പൊ പോകണം എന്നാണ് മോൻ പറയുന്നത്. എന്നെക്കൊണ്ടിടക്ക് എത്ര രൂപ പോകുന്ന? എടാ അതൊക്കെ താരം തന്നെയാണോ എന്നോട് ചോദിക്കുന്നത്? അയ്യോ മോൻ ദേഷ്യപ്പെടാതെ, ഒരു ആശാക്കുഴപ്പമുള്ളതുകൊണ്ട് ചോദിച്ചാണേ. എൻ്റെ ഈ സ്വഭാവം കാരണം വേറെ ആരോടും ചോദിക്കാനില്ലാത്തോണ്ടല്ലേ. അപ്പൊ തനിക്ക് അറിയാലോ തന്നെ അറിയണമെന്ന്. വച്ചിട്ട് പോടാ. അയ്യോ മോനെ,